ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തുടങ്ങുമ്പോഴേ ഒരു സങ്കടകരമായൊരു കാര്യമാണ്. എന്നെ കൃഷിയിലും അതുപോലെ വീഡിയോ എടുക്കാനും സഹായിക്കുന്നത് എൻ്റെ മക്കളാണ്. അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോയി മറിഞ്ഞ് വീണ് കാലിനൊക്കെ ചെറിയ പരിക്കൊക്കെ പറ്റി ഇവരിരുന്ന കാരണം എനിക്ക് കൃഷിയുടെ കാര്യത്തിലായാലും അതുപോലെ വീഡിയോയുടെ കാര്യത്തിലായാലും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ടെറസിലെ കൃഷിയൊക്കെ നമ്മളത് ശ്രദ്ധിക്കാതെ കിടക്കുക. അപ്പോൾ നമുക്കതൊന്ന് പോയി കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെയ്തു കൊടുക്കുകയും കൂടെ ചെയ്തിട്ട് വരാം. നമുക്ക് ടെറസിലോട്ട് പോകുമ്പോൾ ഇത് ചെടിച്ചട്ടിക്കകത്ത് നിന്നിരുന്ന ഒരു ചീരയാണേ. കണ്ടോ, ഇതിൻ്റെ റോസ് തണ്ടും ചുവന്ന ഇലകളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെടിയെ എനിക്കുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മളൊരു പാത്രത്തിനകത്തിട്ട് വെയിലത്ത് വെച്ചാൽ മതി, ഇതിൻ്റെ അരികൾ ഊർന്നു വരും. അപ്പോൾ നമുക്കതിനെ പാകി മുളപ്പിച്ച് തൈകളാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ടെറസിലോട്ട് പോകാവേ. ഇത് നമ്മുടെ ഇവിടെ കൊടുക്കുന്ന പയറിൻ്റെ വിത്താണ്. നമ്മളിവിടെ പച്ച നിറത്തിലുള്ള പയറും അതുപോലെ വയലറ്റ് നിറത്തിലുള്ള പയറിൻ്റെയും വിത്തുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, പയറിൻ്റെ വിത്തുകൾ എത്ര നേരമാണ് വെള്ളത്തിനകത്തിട്ട് കുതിർക്കേണ്ടതെന്ന്. അപ്പോൾ പയറിൻ്റെ വിത്തുകളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതുപോലത്തെ വള്ളിപ്പയറാണെങ്കിൽ 6 മണിക്കൂറോ, ചില ഇനം പയറുകൾ നല്ല കമ്പനിയുടെയൊക്കെ പയറിൻ്റെ വിത്തുകളാണെങ്കിൽ ഒരു രാത്രി മുഴുവനും കുതിർത്താലും കുഴപ്പമില്ല. അങ്ങനെ കുതിർത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഒരു നനവുള്ള തുണിക്കകത്ത് വാരി കെട്ടി വെച്ചിരുന്നിട്ട് മുള വന്നതിന് ശേഷം മാത്രമാണ് നടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ എത്ര പേര് മുളച്ച് കിട്ടും. ഈ പയറുണ്ടോ, ഇത് വള്ളി വീശി തുടങ്ങിയിട്ടില്ല, പക്ഷേ ദേ ഇതിനകത്ത് കണ്ടോ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ടെറസിൽ ആയതുകൊണ്ട് ഈ മുകളിലെ പന്തലുകളിലേക്ക് മാത്രമേ ഇവരെ പടർത്തി വിടാനുള്ള ഒരു സൗകര്യമുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പന്തലിൽ നിന്നൊരു കയറ് കെട്ടിയിട്ട് ഇതുപോലൊരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഈ കയറിൻ്റെ അറ്റത്ത് കൊടുത്തിട്ട് അത് ഞാൻ ഈ മണ്ണിനകത്തേക്ക് കുത്തിയിറക്കി ബലമായിട്ട് നിർത്തുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ബലത്തിൽ നിർത്തിയാൽ ആ വള്ളിയേക്കിടെ പിടിച്ചു കയറി പൊക്കോളും. അപ്പോൾ അതേ ഇവിടെ വേറൊരെണ്ണം വള്ളി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനും കൂടെ ഒരെണ്ണം ഇതേപോലെ കുത്തി കൊടുക്കുവാണ്. അതുപോലെ നമ്മൾ എന്നും ചെയ്തു കൊടുക്കാനുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ വള്ളിയായിട്ട് വരുന്ന ചെടികളെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ പടർന്ന് കയറുന്ന ഒരു സൗകര്യത്തിലേക്ക് ചുറ്റിക്കെട്ടി കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ പയറുകൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. ഇത് നമ്മുടെ ഒരു കുമ്പളത്തിൻ്റെ തൈ ഇവിടെ കിളുത്ത് വന്നതാണേ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ പടർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ പടർന്ന് കിടന്നാലത്തെ കുഴപ്പം എന്നാണെന്നറിയാം, ഇങ്ങനെ ശാഖകൾ കൂടുതൽ കയറി വരും. അതേ ഇത് കണ്ടോ, ഇതേപോലെയുള്ള ഇതിപ്പം നല്ല നീളത്തിലായി ശാഖകൾ കണ്ടോ. ഇനി എവിടെയോട്ടേലും പിടിച്ച് കയറ്റി വിടണം. പക്ഷേ അതേ ഇതിൻ്റെ അറ്റത്ത് കണ്ടോ പെൺപൂക്കളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എനിക്കൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, കുമ്പളത്തേൽ ഇഷ്ടം പോലെ പൂക്കൾ വരുന്നുണ്ട് പക്ഷേ കായ്കളാകുന്നില്ല എന്ന്. എപ്പോഴും ഈ പയറായാലും കുമ്പളമായാലും വെള്ളരി ആയാലും സാലഡ് കുക്കുംബർ ആയാലും ഒക്കെ ആദ്യമുണ്ടാകുന്ന കൂടുതൽ പൂക്കളും ആൺപൂക്കളായിരിക്കും. പെൺപൂക്കളാണ് കായ്കളായി മാറുന്നത്. ഇപ്പം ദേ ഇവിടെ നോക്കി കണ്ടോ, ഇതൊരു പെൺപൂവാണേ. ഇതിൻ്റെ അറ്റത്ത് കണ്ടോ നമുക്കുണ്ടായി കിട്ടാനുള്ള ഒരു ചെറിയ കായയെ കൂടെ കാണാം, അതിൻ്റെ അറ്റത്താണ് മൊട്ട് വരുന്നത്. എന്നാൽ അതെ ഈ പൂ കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ തണ്ട് നീണ്ടു വന്നിട്ട് ഒരു പൂവ് മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പൂക്കളാണ് ആൺപൂക്കൾ. ഇവർ പൂ വിരിഞ്ഞതിന് ശേഷം കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ, കായ്കളായി മാറത്തില്ല. ഇത്തരത്തിലുള്ള പൂക്കളാണ് കായ്കളായി മാറുന്നത്. പിന്നെ കുമ്പളത്തിനെക്കുറിച്ചുള്ള ഒരു പഴയ ചൊല്ല് എന്ന് പറയുന്നത്, കുമ്പളം വളർന്ന് വള്ളി വീശി തുടങ്ങിയാൽ 18 ഇല, അതൊരു കണക്ക് പറയുന്നതാണ്, അത്യാവശ്യം വളരുമ്പോൾ ഒരു 18 ഇലയായി കഴിയുമ്പോൾ അതിൻ്റെ നാമ്പ് നുള്ളി വിടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ആരോഗ്യത്തിൽ വളർന്നു വന്നു കഴിയുമ്പം നമ്മളതിനെ നാമ്പിനെ ഒന്ന് നുള്ളി വിടണം. ഇപ്പം ഇത് കണ്ടോ, ഈ കുമ്പളം ഇങ്ങനെ കയറി ഇവിടെ വരുവാണേ. അപ്പം നമുക്ക് അതിൻ്റെ മണ്ടയൊന്ന് നുള്ളിവിടാമെങ്കിൽ നുള്ളിവിടാം. എനിക്കിപ്പോൾ എത്തുകയില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലൊരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് വെട്ടിവിടാൻ പോവുകയാണേ. കണ്ടോ, അപ്പോൾ ഇനി ശാഖകൾ കൂടുതൽ വരികയും ശാഖകളിൽ പെട്ടെന്ന് കായ പിടിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഈ കുമ്പളത്തിനുണ്ടല്ലോ വശങ്ങളിലേക്ക് ശാഖകൾ വന്നപ്പം, ഈ കുമ്പളത്തിൻ്റെ തന്നെയാണേ, ശാഖകൾ വന്നപ്പം ഞാനിത് മുറിച്ച് വെള്ളത്തിനകത്തിട്ടിരിക്കുന്നതാണേ. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി നട്ടാൽ കണ്ടോ, ഇത് 2-3 ദിവസം മുന്നേ ഞാൻ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചതാണ്. ഇതിനെ നമ്മളിനി മണ്ണിലേക്ക് നട്ടുപിടിപ്പിച്ചാൽ അവരൊരു പുതിയ ചെടിയായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും. ഇപ്പം നമുക്ക് ഒരു കുമ്പളമൊക്കെ ഉള്ളെങ്കിൽ ഇതേപോലെ സൈഡ് ശാഖകളെ മുറിച്ച് നട്ട് കൂടുതൽ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിൽ പോലെയുള്ള സമയം എന്ന് പറയുന്നത് തണ്ണിമത്തൻ വളർത്താൻ നല്ല സമയമാണേ.
ഇപ്പോൾ ഇവിടെ നമുക്ക് തണ്ണിമത്തൻ, സാധാരണ തണ്ണിമത്തൻ ഇത് കണ്ടോ, ഉണ്ടാകുന്ന കണ്ടോ, ഇതേപോലുള്ള സാധാരണ തണ്ണിമത്തൻ്റെ വിത്തുമുണ്ട്. അതുപോലെ പച്ച നിറത്തിലുണ്ടാകുന്ന നമ്മൾ കിരൺ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത്, അതിൻ്റെ വിത്തുകളും ഉണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വിത്തുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരാം. എപ്പോഴും നമ്മളുണ്ടല്ലോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻ്റായിട്ടല്ല വിത്തുകൾ വേണ്ടത് എഴുതേണ്ടത്. നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് ഏതൊക്കെ വിത്തുകൾ വേണം ആ വിത്തുകളുടെ പേരാണ് മെസ്സേജായിട്ട് ഇടേണ്ടത്. ഇനി നമുക്കത് മാത്രമല്ല, വേറെ എന്തെങ്കിലും വിത്തുകൾ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് ഇട്ടാൽ മതി. അവിടെ ഏതൊക്കെ വിത്തുകളാണുള്ളത് എനിക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള മുഴുവൻ വിത്തുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പോൾ ഇത് തണ്ണിമത്തൻ വളർത്താൻ നല്ല സമയമാണ്. ഏതിനം തണ്ണിമത്തൻ വേണമെങ്കിലും വളർത്താം. ഒരു മുളകിൻ്റെ ചെടിയാണേ, കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ കുരുടിച്ച് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഈ കുരുടിച്ച ഇലകളുടെ ചുവട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഇലകളുടെ അടിയിൽ കണ്ടോ ഒരു കീടത്തിനെയും നമുക്ക് കാണാനില്ല. ഇപ്പം മണ്ടരി ആണെങ്കിലും എന്നാണെങ്കിലും നമുക്കറിയാൻ മേല, അതിൻ്റെ ചുവട്ടിൽ ഒരു കീടവും പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല കണ്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെടികളെ ഒരു സ്പൂൺ കുമ്മായം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഈ ചെടിയെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുക. ഞാൻ നിങ്ങൾക്കത് പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുരുടിപ്പ് ഞാൻ ഒടിച്ചു നുള്ളിയൊന്നും കളഞ്ഞില്ല, അത് തന്നെത്താനെ പൊഴിഞ്ഞു പൊക്കോളും. എന്നിട്ട് ഇതേ നല്ല ഇലകൾ വരുന്നുണ്ടോ. അതിപ്പം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും തന്നെ കണ്ടോ നല്ല ഇലകൾ വരുന്നുണ്ട്. അത് കുമ്മായ ആയാലും കുഴപ്പമില്ല, ഡോളമൈറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല നല്ല മുളകുകളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഈ കുരുടിപ്പ് വന്നു തുടങ്ങിയത്. കണ്ടോ, അതേ നല്ല നീളമുള്ള മുളകാണ് ഉണ്ടാകുന്നത്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾക്കും ഈ കുരുടിപ്പ് മാറാനായിട്ട് അല്ലെങ്കിൽ പിന്നെ രാസകീടനാശിനികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനേക്കാളും നല്ലത് ഇത്തരത്തിലുള്ള ജൈവമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇത് അവിടെ നിന്ന് ഒടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുമ്പളത്തിൻ്റെ കമ്പുകളാണ്. കമ്പ് ഞാൻ അന്നേരം ഒടിച്ചപ്പോഴേ 2-3 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാന്ന്. അപ്പോൾ ദേ ഈ പാത്രത്തിനകത്ത് ഒരിച്ചിരി സ്ഥലമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ നല്ല മണ്ണിളക്കമൊക്കെ ഉള്ളതാണ്. ഈ മണ്ണിളക്കമുള്ള മണ്ണിലേക്ക് ഞാൻ ഇതിനെ അങ്ങോട്ട് കുഴിച്ചു വെക്കുവാണേ കണ്ടോ. ഇനി നമ്മളൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സൂഡോമോണാസ് ആണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇതിനെ ഇവിടെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലേക്കൂടെയൊക്കെ അവർക്ക് പടർന്ന് കയറി പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തത്. അപ്പം ഞാൻ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം കൂടെ അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. വേനൽക്കാലത്തെ നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ എന്തെങ്കിലും പുതയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ ഈ ചെടിയുടെ ചുവട്ടിലോട്ടെല്ലാം മണ്ണ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മിറ്റം അടിക്കുമ്പം വാരി വെക്കുന്ന ഇലകളാണ്. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് കാണുമ്പോൾ ഒന്നും നിങ്ങൾ ചിരിക്കണ്ട. കാരണം മിറ്റം അടിക്കുമ്പം ചിലപ്പോൾ അവിടെയൊക്കെ പിള്ളേർ കടലാസൊക്കെ കീറിയിടും. അതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ അടിച്ചു വാരി വെക്കുന്നത്. നമുക്ക് വേണ്ടാത്ത സാധനത്തിനെ നമ്മൾ ചെടിച്ചോട്ടിൽ നിന്ന് അങ്ങ് എടുത്ത് കളഞ്ഞോണ്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഇതിങ്ങനെ ഇട്ടാലത്തെ ഗുണം എന്നാണെന്നറിയോ, നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അകത്താണ് പൊക്കെ ചെടിയുടെ ചോട്ടി നിൽക്കും. പിന്നെ മണ്ണിന് ഇത് ക്രമേണ മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അപ്പം മണ്ണിന് നല്ല മണ്ണിളക്കവും കിട്ടും. ഒക്കെ നല്ലതാണ് ഇതുപോലത്തെ ഇലകൾ. ഇതിപ്പം നമ്മളേതായാലും വാരിക്കൂട്ടി വെച്ചിട്ട് കത്തിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ ഇതുപോലത്തെ കയറും വള്ളിയൊക്കെ കിട്ടും. അപ്പം ഞാനിതിവിടെ കെട്ടിയിടും. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വളർന്നു വരുന്ന അവസരത്തിൽ പന്തലയിലോട്ടൊക്കെ കയറ്റണമെങ്കിൽ അങ്ങനത്തെ വള്ളികളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനിവിടെ ഉള്ളി വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലത്തെ പാത്രങ്ങളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ വളർത്താം. നമ്മളിങ്ങനെ കുറേശ്ശെ കൃഷി ഇങ്ങനെ ആയി വരുമ്പോൾ ഉണ്ടല്ലോ കൂടുതൽ ചെടികളെ എല്ലാം നട്ടു വളർത്തുമ്പോൾ അത്തരത്തിലുള്ള പാത്രങ്ങളെല്ലാം അങ്ങോട്ട് തീർന്നു പോകും. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിൽ അവിടെ നടാം ഇവിടെ നടാം മാറ്റി നടാം, അങ്ങനെ കൂടുതൽ ഇട കിട്ടും. എനിക്ക് അതിനുള്ള ഇടയും സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചെടി തൂക്കിയിടാനായിട്ട് വാങ്ങിക്കുന്ന ചട്ടികളില്ലേ, അതാകുമ്പോൾ ഈ പന്തലിൻ്റെ ഈ കമ്പികളിൽ കെട്ടി തൂക്കിയിടാം. ഇതിനകത്താണ് ഞാൻ എൻ്റെ ഉള്ളി വളർത്തൽ നടത്തുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ കേടായി പോകുന്ന എത്ര നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ മുളച്ച് വരാറുണ്ട്. അങ്ങനെ മുളച്ച് വരുന്ന ഉള്ളികൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ മടിയാകും. അങ്ങനെ വരുന്നതിനെയാണ് ഞാൻ സാധാരണ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ നടുന്നത്. അപ്പോൾ എനിക്കൊരാൾ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വളർത്തുന്നതിനേക്കാളും ഈ വളർത്താനെടുക്കുന്ന സമയവും ചിലപ്പോൾ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ കൊടുക്കണമായിരിക്കുമല്ലോ, ആ നഷ്ടമൊക്കെ ഓർക്കുന്നതിമ്പം അതിനേക്കാളും നല്ലതാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്കൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നട്ട് വളർത്തുന്നത് എന്നും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നട്ട് വളർത്താൻ ഇഷ്ടമില്ലെങ്കിൽ
അല്ലെങ്കിൽ ഇതിനേക്കാൾ ലാഭമാണ് സ്റ്റോറിൽ കിട്ടുന്നതെങ്കിൽ അങ്ങനെ മേടിക്കാം. നമ്മൾ എല്ലാ മനുഷ്യരും ഒരേ സ്വഭാവക്കാരല്ല, ഒരേ ജീവിത രീതിക്കാരല്ല, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളിതൊക്കെ ചെയ്യുന്ന എന്തിനാ? ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തിനേക്കാൾ ഉപരി നമ്മളുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷവും നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന സന്തോഷവും, നമ്മളിതിൻ്റെ പുറകെയൊക്കെ കമ്പും കയ്യും ഒക്കെ ഇളക്കി മണ്ണിട്ട് കൂട്ടി മണ്ണെടുത്ത് മാറ്റി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരിച്ചിരി ആയാസം കിട്ടുന്ന പരിപാടികളാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കി തരുന്ന കാര്യമാണ്, മനസ്സിനും ഒപ്പം. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ പാത്രത്തിനകത്താണ് നിങ്ങളെ ഉള്ളി നട്ട് വളർത്താനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലോണം ഹോള് കണ്ടോ? ചോട്ടിയിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം, അല്ലെങ്കിൽ അകത്തുനിന്ന് നോക്കിയാലും നമുക്കറിയാം. 4 ഹോളുകൾ നല്ലോണം ഇട്ടിട്ടുണ്ട്. ഉള്ളി നമ്മൾ എവിടെ വളർത്തിയാലും, ഗ്രോ ബാഗിൽ വളർത്തിയാലും പാത്രത്തിൽ വളർത്തിയാലും നിലത്ത് വളർത്തിയാലും നല്ലതുപോലെ നീർവാർച്ച സൗകര്യം വേണം. വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉള്ളി ചീഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിനെ ഈ ഹോളുകളെ എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുവാണേ. കാരണം നമ്മുടെ മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 ഒക്കെ കല്ലുകൾ അതിനകത്തേക്ക് ഇടാം. ഇനി ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള ഉണങ്ങിയ ഇലകളെയാണ് ഇതിനകത്തേക്ക് എടുക്കുന്നത് കേട്ടോ. നല്ല പോലെ കൊള്ളാവുന്നത്ര ഉണങ്ങിയ ഇലകളെ നമുക്ക് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം. അപ്പം ഏകദേശം ഈ പാത്രത്തിനകത്ത് നിറയെ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇതിനകത്ത് ഉണങ്ങിയ ഇലകളെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് നനച്ച് വെച്ചതിന് ശേഷം എടുക്കുവാണെങ്കിൽ നമുക്ക് നിറയ്ക്കാൻ കൂടുതൽ സൗകര്യമാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നത്, ഇത് നമ്മളിവിടെ നിറച്ച് വെക്കുന്ന പോട്ടിംഗ് മിക്സ് ആണ്. ഇപ്പം ഞാൻ ഈ ടെറസിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ, അപ്പോഴപ്പോഴും മണ്ണെടുത്ത് മിക്സ് ചെയ്യാനൊന്നും എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടുന്ന് നടയെല്ലാം ഇറങ്ങി പറമ്പിൽ ചെല്ലണം മണ്ണ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ സൗകര്യമുള്ള സമയത്ത് എനിക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ മണ്ണെടുത്ത് നമ്മൾ കുമ്മായ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് അതിനകത്ത് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഉമിയും ചേർത്ത് ഇതുപോലെ നിറച്ച് വെക്കുവാണേ. അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് തോന്നുമ്പം കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ നിറയെ എടുക്കും കണ്ടോ. ഇങ്ങനെ നിറയെ എടുത്തിട്ട് പറ്റുന്നത്ര നമുക്ക് ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് മുളച്ച് പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ മണ്ണൊക്കെ ഇടാം. പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് ഉണങ്ങിയ ഇലകളല്ലേ ഇതിനടിയിൽ കിടക്കുന്നത്. 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല പോലെ മണ്ണിന് ഇരുത്തം വരും. ഇപ്പം ഞാൻ ഇതുപോലെ നിറച്ചെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, ഇത് നമ്മൾ അടുക്കളയിൽ നിന്ന് എടുത്ത് ഞാൻ ഇന്ന് ഉള്ളി എടുത്തുകൊണ്ട് വന്നതാണേ. ഇത് മുളച്ചതല്ല. അപ്പം ഞാൻ ചെയ്ത പണി എന്നാണെന്നറിയോ? അതിൻ്റെ ആ മുകൾ ഭാഗം കുറച്ചങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. ആ മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ പാത്രത്തിനകത്ത് എനിക്കൊരു 4 ചുവട് ഉള്ളിയാണ് നടാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗം ഇതിനകത്തേക്ക് താഴ്ന്നിരിക്കണം കണ്ടോ. ഞാൻ എപ്പോഴും ഇത്തരത്തിലുള്ള പാത്രത്തിനകത്ത് നടുന്നത് 4 ചുവടാണേ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊരു കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് കണ്ടോ, ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനെ നല്ല പോലെ നനച്ച് കൊടുക്കണേ. ഈ വെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ ആ ഉള്ളി നട്ടതിൻ്റെ മുകളിൽ കൂടെ ഈ മണ്ണും നനയത്തക്ക രീതിയിൽ നനച്ച് ഞാൻ വെക്കുവാണേ. ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് കിളുത്തതിന് ശേഷം മാത്രമേ ഇനി ഞാൻ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുള്ളൂ. ഞാൻ ഈ രീതിയാണ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉള്ളി ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി നമുക്കിത് ഇതിനെ എവിടെയെങ്കിലും തൂക്കിയിടാം. അപ്പോൾ അധികമായിട്ടുള്ള വെള്ളം മുഴുവനും വാർന്നു പൊക്കോളും. ബാക്കി അത് അവിടെ കിടന്ന് വളരുകയും ചെയ്യും കേട്ടോ. ഇതേപോലെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിനി ഒന്നും നോക്കണ്ട, വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ ടെറസിലൊക്കെ കാഞ്ഞ ചൂടായതുകൊണ്ട് നമ്മളൊരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അങ്ങനെയാണ് ഞാനിവിടെ വളർത്തുന്നത്. എൻ്റെ ഉള്ളി നഷ്ടപ്പെടാറൊന്നുമില്ല. ഇത് ഞാൻ തുടങ്ങിയപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ, സുന്ദരി ചീരയുടെ ഒരു വെറൈറ്റി ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുക വിത്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ചീര കണ്ടോ, ഇത് നമ്മുടെ പാൽച്ചീരയാണ്. ഇതിൻ്റെ വിത്തുകൾ പാക്കറ്റിനകത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ പാൽച്ചീര വളരുമ്പോൾ ഞാൻ അതിൻ്റെ വിത്തുകൾ കിട്ടുന്നത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞാൻ വിളവെടുക്കാതെ നിർത്തിയിരിക്കുവാണേ. ഇത് പാൽച്ചീരയാണ്. അത് കണ്ടോ, അത് മയിൽപ്പീലി ചീരയാണേ. അപ്പോൾ അത് നിറയെ പൂക്കളായിട്ടുണ്ട്. ഇപ്പം നമുക്കതിൻ്റെ പൂക്കളെ മുറിച്ചെടുത്ത് ഇതുപോലൊരു പാത്രത്തിനകത്താക്കി വെയിലത്ത് വെച്ചാൽ അതിൽ നിന്ന് ചീരവിത്ത് ഉതിർന്നു വരും. ആ ചീരവിത്ത് എടുത്ത് ഞാനൊന്ന് പാകി നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം. ഇത് കണ്ടോ, ഇത് മയിൽപ്പീലി ചീര നമ്മുടെ വീട്ടിലേത് ഇതുപോലെ ഉതിർത്തിട്ടിട്ട് കിളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി മയിൽപ്പീലി ചീര ചെക്ക് ചെയ്യാനൊന്നുമില്ല.
അപ്പോൾ മയിൽപ്പീലി ചീരയുടെ ഇതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് തരാം. ആവശ്യമുള്ളവർ എനിക്കൊരു മെസ്സേജ് ഇട്ടേരെ, അടുത്ത ആഴ്ചത്തേക്കിന് തരാൻ പറ്റുമേ. ഈ താഴെ വീണ് കിടക്കുന്നതുണ്ടോ, ഇത് ഓസ്ട്രേലിയൻ ബീച്ച് ചെറി അല്ലെങ്കിൽ സെഡാർബേ ചെറി എന്ന് പറയുന്ന ചെറിപ്പഴമാണ്. അത് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് കണ്ടോ, ഇതിലുണ്ടായിട്ട് ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നതാണ്. നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. ഇതുപോലെ പറിച്ച് നമുക്ക് തിന്നാനായിട്ട് പറ്റും. പിന്നെ ഇതെന്നാണെന്നറിയോ പറയാവേ, ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണേ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വിത്തുകൾ കൊടുക്കാവോന്നേ. ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വിത്തുകൾ നമ്മൾ കുഴിച്ചിട്ടാൽ ഇതേ ഗുണങ്ങളുള്ള ചെടി കിട്ടണമെന്നില്ല, സാധാരണ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിത് നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നല്ല പഴമാണ്. എപ്പോഴും ഈ വരമ്പ് അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് തിന്നുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ വരമ്പ് ഭാഗം ഇതുപോലെ മുറിച്ച് കളഞ്ഞിട്ട് ഇവിടം കണ്ടോ, ഇങ്ങനെ സ്റ്റാർ പോലെ വരുന്നതുകൊണ്ടാണ് നമ്മളിതിനെ സ്റ്റാർ ഫ്രൂട്ടെന്ന് വിളിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് തിന്ന് നോക്കാവേ. നല്ല സൂപ്പർ സാധനം കേട്ടോ. ശിവാച്ചരി തിന്നോടാ. ഇന്നെൻ്റെ വീഡിയോക്കാരൻ ഇന്ദ്രജിത്തല്ല, ശിവദത്ത. അവന് മുട്ടുമേലാതെ അവൻ കിടപ്പില്ല. ഈ പാത്രത്തിനകത്ത് ഞാൻ അഴിച്ച് കാണിക്കാവേ. നനഞ്ഞ തുണിക്കകത്ത് വഴുതനയുടെ വിത്തുകളാണേ. കണ്ടോ, എല്ലാം മുളച്ചിരിക്കുക കണ്ടോ. ഇങ്ങനെയാണ് പിന്നെ നമുക്ക് വിത്ത് കമ്പനിക്കാരനെ കുറ്റം പറയേണ്ട കാര്യമില്ല. എല്ലാ വിത്തും മുളയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മുളച്ചതിന് ശേഷമാണ് വഴുതനയും തക്കാളിയും ഒക്കെ ഞാൻ പാകുന്നത്. ഇതുപോലെ നേരത്തെ എന്തിനോ വേണ്ടി നിറച്ച് വെച്ചിരുന്ന പാത്രമാണ്. അതിനകത്തോട്ട് മണ്ണൊക്കെ നല്ലോണം കുത്തി ഇളക്കിയതിന് ശേഷം ഈ വിത്തുകൾ കണ്ടോ, ഇവരെ ഞാൻ ഇതുപോലെ മുളച്ചതിനെ നിരത്തി, പറ്റുന്നത്ര നിരത്തിയിടും. ഇവർ മുള വന്നെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ വലിയ അടത്തിന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളയെല്ലാം പൊട്ടിപ്പോവും. അപ്പം അതിങ്ങനെ ഇട്ടിട്ട്, ഇത് കറുത്ത വഴുതനയാണേ, കറുത്ത നീളം വയ്ക്കുന്ന വഴുതനയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ ഈ മുളച്ച വിത്തുകളെല്ലാം, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ, അതിനകത്തൊട്ടിട്ടു. ഇത് ചകിരിച്ചോറാണേ. ഇച്ചിരി ചകിരിച്ചോറിട്ടിട്ട് ഇതിനെ നമ്മൾ മൂടുവേ. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചകിരിച്ചോറിട്ടിട്ട് മൂടും. എന്നിട്ട് നമ്മൾ നല്ല പോലെ വെള്ളം തളിച്ച് കൊടുക്കും. ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുത്ത് തണലത്തേക്ക് മാറ്റി വയ്ക്കണം. ചിലപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഇത്രയും മുളച്ച ഒരു വിത്തല്ലേ, ചിലപ്പോഴാണെങ്കിൽ നാളത്തേക്കിന് അല്ലെ നാളെ കഴിഞ്ഞത്തേക്കിന് ഇത് മുളച്ച് പൊട്ടുവേ. ഇത് കണ്ടോ, ഇത് ഞാൻ അതേപോലെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇന്നലെ ഇട്ടതാണേ. ഇതിനകത്ത് ശിവത്തെ നോക്കിക്കേ, സൂക്ഷിച്ച് നോക്കിയേ. കണ്ടോ കണ്ടോ, എല്ലാം മുളച്ച് തുടങ്ങി. ഇല മുകളിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണിവർ. ഇതുപോലെ മുഴുവനിനെയും മുളച്ച് കിട്ടും കേട്ടോ. ഇതുപോലെ എല്ലാ വിത്തുകളും മുളയ്ക്കുന്ന വഴുതനയുടെ വിത്തുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. പച്ച വഴുതനയും നീല വഴുതനയും കറുത്ത വഴുതനയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇച്ചിരി വിളവെടുപ്പ് നടത്താവേ. നമ്മുടെ സുന്ദരിച്ചീര കണ്ടോ, മുറിക്കാൻ പാകമായിട്ട് നിൽക്കുവാണ്. സുന്ദരിച്ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തണ്ട് അല്ലെങ്കിൽ 2 തണ്ടുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായത്ര ഒരു തോരൻ വെക്കാൻ സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും, ഇതൊരു എണ്ണം കൂടെ ആയപ്പം 3 തണ്ട്. ആവശ്യത്തിന് ഇത്രയും മതി. ചെറിയ ചെറിയ കിളിപ്പുകളുണ്ട്, അതൊക്കെ കൂടെ ഒടിച്ചെടുത്താൽ നമുക്ക് ഒരു തോരൻ വെക്കാനായിട്ട് സുഖമായിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിൽക്കുന്നതല്ലേ, പിന്നെയും വന്ന് നമുക്ക് മുറിച്ചെടുക്കാമല്ലോ. അപ്പം ഞാൻ കുറച്ച് മാത്രമേ മുറിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കി ഇത് ഇവിടെ നിൽക്കുവാണേ. നമ്മുടെ കുഞ്ഞൻ ചാമ്പയിൽ സീഡ്ലെസ് ചാമ്പയാണേ. ആണ്ടത് താഴേക്ക് വീണു കണ്ടോ. ഇത് ശിവ തിന്ന് നോക്കിയടാ, മധുരമുണ്ട്. നല്ല റെഡ് കളർ വരും കേട്ടോ. ഞാൻ നിങ്ങളെ ഇത് പറിച്ച് കാണിച്ചിട്ടുള്ളതാണല്ലോ. മധുരമുണ്ടോ? മധുരമുണ്ട്. ചെറുതാന്നേ ഉള്ളൂ, നല്ല മധുരമുണ്ട് കേട്ടോ. മാത്രമല്ല ഒറ്റ വിത്ത് പോലും ഇതിനകത്തില്ല. സീഡ്ലെസ് ആയിട്ടുള്ള ചാമ്പയാണ്. നല്ല ചുവന്ന് പഴുക്കും. ഞാനിപ്പോൾ ഇത് തൊട്ടപ്പം വിട്ടു പോകുന്ന കാരണം ഞാൻ ഇങ്ങനെ എടുത്തതാണ്. നമ്മുടെ മരമുന്തിരിയാണേ. ശിവ മരമുന്തിരി തന്നപ്പം നല്ലതായിരുന്നോ? ഇത് കണ്ടോ, നല്ല വലിപ്പമുണ്ട്. എന്നാ ശിവ തിന്നു. ഞാൻ ഇതെല്ലാം അങ്ങനെ അങ്ങോട്ട് പറിച്ചെടുക്കുവാണേ. കണ്ടോ, ഇത് കുറച്ചെണ്ണ തണ്ടയിലോട്ടൊക്കെ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മുകളിലോട്ടൊക്കെ തന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നിട്ട് ഞാൻ ഇത്ര എണ്ണം പറിച്ചെടുത്തേ. ഒരെണ്ണം തിന്ന് നോക്കട്ടെ.
നല്ല സൂപ്പറാട്ടോ. ഇതുപോലെ 2 വിത്തുകളാണ് ഒരു മരമുന്തിരിയുടെ കായ്ക്കകത്തുണ്ടായിരുന്നത്. ഇത് കിളിപ്പിച്ചാൽ ഇത് രണ്ടും പുതിയ 2 തൈകളായിട്ട് കിട്ടും. 5-6 പയർ അവിടെ വിളവെടുക്കാനായിട്ട് കിടപ്പുണ്ടേ. അപ്പോൾ അത് ഞാൻ അങ്ങ് മുറിച്ചുകൊണ്ട് വരാം. ചൂടായ കാരണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണേ. അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് പറയുന്നത്. ഇത് ഇത്രയും പയറും കൂടെ ഞാൻ പോയി, ഇത് വയലറ്റ് പയറാണേ, ഇളത്ത പയറാണ്. അപ്പോൾ ഇത്രയും പയറും കൂടെ ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാവേ. ഒരു മുരിങ്ങക്ക ഉണ്ടേ, അതും കൂടെ ഞാൻ മുറിച്ചെടുത്തിരിക്കുകയാണേ. അപ്പോൾ ഈ ചീര വേണമെങ്കിൽ ചീരയും മുരിങ്ങക്കായും ഇച്ചിരി മാങ്ങായും കൂടി ഇട്ടിട്ട് കറിയും വെക്കാൻ പറ്റുമേ. വെയിലായ കാരണം ഞാൻ വിളവെടുപ്പ് നിർത്തുവാണ്. കുറച്ച് സാധനം മാത്രമേ വിളവെടുത്തിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.